ഈ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നമുക്ക് മുൻകൂട്ടി അറിയാവുന്ന നൗണിന് മുൻപ് ചേർക്കേണ്ടതാണ്. ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ നമ്മൾ ചേർക്കുമ്പോൾ ആ നൗണിനെ നമുക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ദ സൺ, ദ മൂൺ, ദ സ്കൈ, ദ എർത്ത്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് മുൻകൂട്ടി അറിയാം. അതുകൊണ്ട് അവയ്ക്ക് മുമ്പിലെല്ലാം നമ്മൾ മസ്റ്റായിട്ട് ദ ചേർത്തിരിക്കണം. അതുപോലെ നമ്മുടെ വീട്ടിൽ വരുന്ന പോസ്റ്റ്മാൻ, നമ്മൾ കാണാൻ പോകുന്ന ഡോക്ടർ, അതുപോലെ നമ്മുടെ ടീച്ചർ, ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് മുൻകൂട്ടി. അതുകൊണ്ട് തന്നെ ദ ടീച്ചർ എന്നും ദ ഡോക്ടർ എന്നും ദ പോസ്റ്റ്മാൻ എന്നൊക്കെയാണ് നമ്മളതിന് പറയുന്നത്. ഇനി ചില പ്ലൂറലുകൾ അല്ലെങ്കിൽ ചില അൺകൗണ്ടബിൾ, എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാവുന്ന നൗണുകളുണ്ട്. അതൊരു പ്രത്യേക അർത്ഥത്തിൽ പറയുമ്പോൾ നമ്മൾ അവയ്ക്ക് മുന്നിൽ ദ ചേർത്ത് പറയും. അല്ലാത്തപ്പോൾ നമ്മൾ ദ ചേർക്കത്തുമില്ല അതിൻ്റെ കൂടെ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഉദാഹരണമായിട്ട് ദ വാട്ടർ ഇൻ ദ ബക്കറ്റ്, മൊത്തം വെള്ളത്തെക്കുറിച്ചല്ല പറയുന്നത്, ബക്കറ്റിലിരിക്കുന്ന വെള്ളത്തെക്കുറിച്ച്. അപ്പോൾ ദ വാട്ടർ ഇൻ ദ ബക്കറ്റ് എന്നാണ് പറയുന്നത്, ദ വാട്ടർ. ഓക്കെ. എന്നാൽ വാട്ടർ ഈസ് നെസസറി ഫോർ ലൈഫ് എന്ന് പറയുമ്പോൾ വെള്ളം നമുക്ക് അത്യന്താപേക്ഷിതമായ ഒന്നാണെന്ന് പറയും. അവിടെ ദ ചേർക്കത്തുമില്ല. അതുപോലെ നമ്മൾ പറയും ദ കൗസ് വി ബോട്ട് ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞയാഴ്ച നമ്മൾ വാങ്ങിച്ച പശുക്കൾ. അതാണ് പർട്ടിക്കുലർലി ആ പ്രത്യേകതരം പശുവിനെക്കുറിച്ച് മാത്രം പറയുന്നത് കൊണ്ടാണ് ദ കൗസ് വി ബോട്ട് ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്നത്. എന്നാൽ കോമൺ ആയിട്ട് നമ്മൾ പറയുമ്പോൾ എന്താണ്, കൗസ് ആർ ഡൊമസ്റ്റിക് ആനിമൽസ്, അവിടെ ദ ചേർക്കത്തുമില്ല. അപ്പോൾ ഈ വ്യത്യാസം മനസ്സിലാക്കണം. അതുപോലെ പ്രമുഖമായ നദികൾ, അതുപോലെ തന്നെ കടലുകൾ, അല്ലെങ്കിൽ വലിയ തടാകങ്ങൾ, അല്ലെങ്കിൽ ഐലൻഡുകൾ, അല്ലെങ്കിൽ ട്രെയിനുകൾ, ന്യൂസ് പേപ്പറുകൾ, ഇവയുടെയൊക്കെ പേരിന് മുന്നിൽ നമ്മൾ ദ ചേർക്കും. കാരണം അത് നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ് മുൻകൂട്ടി. അതായത് ഉദാഹരണമായിട്ട് ദ നൈൽ എന്ന് പറയുന്ന നദിയെ നമുക്കറിയാം. അപ്പോൾ ഒരു പരിചയപ്പെടുത്തലിന് ആവശ്യമില്ല. ദ നൈൽ എന്ന് പറയുമ്പോൾ തന്നെ നൈൽ നദിയെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാകുകയാണ്. അതുപോലെ ദ യമുന, ദ അറേബ്യൻ സീ. നമ്മൾ ഒരാളോട് പറയണം അറേബ്യൻ സീ എന്ന് പറയുമ്പോൾ ആ കേൾക്കുന്നവനൊരു കൺഫ്യൂഷനില്ല, അവനറിയാം അറേബ്യൻ സീ. അതുപോലെ ദ കേരള എക്സ്പ്രസ്, ഒരു ട്രെയിനിനെ കുറിച്ച് പറയുമ്പോൾ കേരള എക്സ്പ്രസ് ട്രെയിനിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ദ ഹിമാലയാസ്, അതുപോലെ ദ വെമ്പനാട് ലേക്ക്, ദ ഫിലിപ്പീൻസ്. ഇപ്പോൾ ഐലൻഡുകളാണ്, ഫിലിപ്പീൻ ഒരു ഐലൻഡ് ആയതുകൊണ്ട് ദ ഫിലിപ്പീൻസ്. അപ്പോൾ ഇങ്ങനെ ഐലൻഡുകൾ, അതുപോലെ തന്നെ പർവ്വതങ്ങൾ, അതുപോലെ ന്യൂസ് പേപ്പർ, ദ മലയാളം മനോരമ, ഡെയിലി, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്.